നമസ്കാരം, സോൾഫുൾ ലാൻഡ്സ്കേപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോമൽ. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സിനെ പറ്റി പരിചയപ്പെട്ടിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റോ ഫയൽ എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണമെന്നും അതിനെ ക്യാമറ റോ ഫിൽറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുമാണ്. ക്യാമറ റോ ഫിൽറ്റർ ലൈറ്റ് റൂമായിട്ട് വളരെ സിമിലർ ആണ്. സ്ലൈഡേഴ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനും പറ്റും. ഒരു റോ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ പകർത്തിയ ഒരു ചിത്രത്തിൻ്റെ കംപ്ലീറ്റ് ഡേറ്റയുള്ള അൺകംപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. JPEG ഫയൽസ് എന്ന് പറയുമ്പോൾ അത് പ്രോസസ്ഡ് ആണ്. അതിനകത്ത് ഒരുപാട് ഡേറ്റ നമുക്ക് ലോസ് ആയിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് റോ എന്നുള്ള വിഷയത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊരു റോ ഫയൽ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പിലേക്ക് ഒരു റോ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ റോ വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ക്യാമറ റോ 14.2 വേർഷനാണ്. ഈ ക്യാമറ റോ വിൻഡോ പലരുടെയും ഡിസ്പ്ലേകളിൽ ഫുൾ സ്ക്രീൻ ആയി വരാതെ ഇതുപോലെ മുഴുവനായിട്ട് ഒരു സ്ക്രീനിൽ കൊള്ളാത്ത പോലെ വരുന്നുണ്ട്. അപ്പോൾ വിൻഡോ കംപ്ലീറ്റ്ലി നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിഹാരം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയാൽ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്കെയിലിൻ്റെ ഓപ്ഷൻ 150% ആണ് ഇപ്പോൾ കിടക്കുന്നത്. അത് 125% ആക്കുകയാണെങ്കിൽ എല്ലാം ഇച്ചിരി ചെറുതാകും. എന്നാലും ഫോട്ടോഷോപ്പിൻ്റെ ക്യാമറ റോ വിൻഡോ കംപ്ലീറ്റ്ലി നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആവും. ഒരു റോ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടു, ഇതിപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിൽ. ഇച്ചിരി കഷ്ടപ്പാടാണ്. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നമ്മളിത് 125% ആക്കുകയും തിരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തിരിച്ച് 150% ആക്കുകയും ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് അറിയത്തില്ല. അഡോബ് അപ്ഡേറ്റുകൾ പലതും മാറി വന്നിട്ടും അത് ശരിയായിട്ടില്ല. ഈ ഒരു പരിഹാരമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും എളുപ്പമാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് എനിക്ക് ഉപകാരമായിരിക്കും, മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. ലൈറ്റ് റൂം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാമറ റോ ഫിൽറ്ററിനെ പറ്റി ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും അധികം വരുന്നില്ല. എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഞാൻ ജസ്റ്റ് ഈ ഇമേജ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന ടൂൾസിനെ പറ്റി മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ലൈറ്റ് റൂം ട്യൂട്ടോറിയൽ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു റോ ഫയൽ ഫോട്ടോഷോപ്പിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി ഓട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ളതാണ്. അത് മിക്കവാറും അതിൻ്റെ എക്സ്പോഷർ കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. ഞാനൊന്ന് കൊടുത്ത് നോക്കുവാണ്. അത്യാവശ്യം ഷാഡോ എല്ലാം അത് ബ്രിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ റോയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. ഇങ്ങനെ ഇരുന്നിട്ട് ആ പടത്തിൻ്റെ ഷാഡോ ഡാർക്ക് ഏരിയയിലുണ്ടായിരുന്ന ഇത്രയും ഡീറ്റെയിൽ അത് ബ്രിങ് ചെയ്തു. ഒരു JPG ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇത്രയും കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഞാൻ ഇനി സാധാരണ ചെയ്യുന്നത് ഈ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ മുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കയറി പണിയേണ്ട ആവശ്യം വരുന്നില്ല. സോ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പിന്നെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതൊരു സൺസെറ്റ് സമയത്ത് എടുത്തിരുന്ന ഒരു പടമായ കാരണം എനിക്ക് ഇച്ചിരി ഒരു വാം ഒരു ഫീലാണ് വേണ്ടത്. ഞാനത് ഇച്ചിരി വാം ആക്കുകയാണ്. ഒരു ഇത്ര മതിയാവും. എക്സ്പോഷർ ഓക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഇച്ചിരി കൂടി കുറയ്ക്കുന്നുണ്ട്. വൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടണം. എനിക്ക് ഇച്ചിരി കൂടി പഞ്ച് കിട്ടാനാണ് നല്ലതാണ്. ബ്ലാക്ക്സ് ഇച്ചിരി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സോ ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഇലകളുടെയൊക്കെ ടെക്സ്ചർ പോലത്തെ അല്ലെങ്കിൽ അവിടുത്തെ പാറ്റേൺസ് കൂടുതൽ വിസിബിൾ ആയിട്ട് വരാനുള്ളതാണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതിനെ ഒരു പഞ്ച് വരുത്താൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. ഞാൻ ചുമ്മാ കൂട്ടി നോക്കാം. ഇങ്ങനെ വരും. കൂടുതൽ എടുത്തെടുത്ത് കാണും. ഒരു HDR പോലെയൊക്കെ തോന്നുന്ന തരത്തിലാവും. പക്ഷേ ചില പടങ്ങളിൽ, അതായത് കൂടുതൽ നോയ്സ് ഉള്ള പടങ്ങളിലൊക്കെ ക്ലാരിറ്റി കൂട്ടിയാൽ കൂടുതൽ നോയ്സ് എടുത്ത് കാണാൻ സാധ്യതയുണ്ട്. അത് കാരണം തൽക്കാലം ഞാൻ ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഞാൻ ക്ലാരിറ്റിയും ടെക്സ്ചറും ചിലപ്പോൾ ഈ ഭാഗങ്ങളിൽ സെലക്റ്റീവായിട്ട് വല്ലതും കൊടുത്താലേ ഉള്ളൂ. ഈ നടുക്കത്തെ ഈ മരം വീണ് കിടക്കുന്ന ഭാഗത്ത് വല്ലതും നമുക്ക് ചെയ്യുമ്പോൾ ആവശ്യം വന്നേക്കാം. അത് നമുക്ക് വരുന്ന വഴിയെ കാണാം. സോ വൈബ്രൻസ് ഞാൻ കൂട്ടുകയാണ്. സാധാരണയിലും കുറച്ച് കൂടുതൽ കൂട്ടുകയാണ് നിങ്ങൾക്ക് വിസിബിൾ ആകാൻ വേണ്ടി. ഞാൻ സാച്ചുറേഷനേക്കാളും കൂടുതൽ വൈബ്രൻസ് ആണ് കൂടുതൽ കൂട്ടാറ്. സാച്ചുറേഷൻ പൊതുവെ കൂട്ടുമ്പോൾ കൂടുതലുള്ള കളറുകൾ തന്നെ വീണ്ടും വളരെ പെട്ടെന്ന് കൂടി അത് ഭയങ്കര ഓവറായി പോകാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാനിത് കൂട്ടുവാണെങ്കിൽ പച്ച കളർ വല്ലാതെ, പച്ച അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് വല്ലാതെ കൂടി വരുന്നുണ്ട്. ഞാൻ അത് കാരണം അത് കുറയ്ക്കുവാണ്. ഞാൻ അത്രയും സാച്ചുറേഷൻ കൂട്ടുന്നില്ല. അത് നമുക്ക് പിന്നെ സെലക്റ്റീവായിട്ട് വേണമെങ്കിൽ ഇവിടെ കളർ മിക്സറിൽ ചെല്ലുമ്പോൾ പർട്ടിക്കുലർ ഒരു കളറിന് മാത്രമായിട്ട് നമുക്ക് മാറ്റാം. സോ ഇത്രയാണ് ബേസിക് അഡ്ജസ്റ്റ്മെന്റ്സിലുള്ളത്. കർവ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി കണ്ടിരുന്നു. ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് ഒരു എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കർവ്സ് ഉപയോഗിച്ച് സാധിക്കും. ഇപ്പോൾ വൈറ്റ്സ് ഇച്ചിരി കൂട്ടുമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോൺ കൊണ്ടുവരാനോ അങ്ങനെയൊക്കെ നമുക്ക് കർവ്സ് ഉപയോഗിച്ച് സാധിക്കും. പിന്നെ ഇതിൽ കളർ ചാനലുകളുണ്ട്. നമുക്കൊരു പർട്ടിക്കുലർ ടോൺ ഒരു ഇമേജിന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, കളർ ടോൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഗ്രീൻ ആക്കി നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി യെല്ലോ ആക്കി നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടോൺ ഇമേജിന് കൊണ്ടുവരാനായിട്ട് വളരെ ഉപകാരപ്രദമാണ് കർവ്സ്. ഈ ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും റോ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ. ഡിഫോൾട്ടായിട്ട് എൻ്റെ ഇതിൽ 40 ഷാർപ്പനിങ് ഉണ്ട്. അപ്പോൾ ചില ഇമേജുകളിൽ അത് കൂടുതൽ നോയ്സിന് കാരണമാകും. നമ്മൾ ഓൾട്ട് നിൽക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് ഇച്ചിരി കൂടി കൂടുതൽ അതിൻ്റെ എഡ്ജസ് ഒക്കെ വിസിബിൾ ആകാൻ നല്ല ഉപകാരപ്പെടും. ഞാൻ കുറച്ച് ഷാർപ്പനിങ് കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് അധികം നോയ്സ് ഒന്നും ഇല്ല. ഈ ഇമേജിൽ 500 ISO ഉള്ളായിരുന്നു. നോയ്സ് റിഡക്ഷൻ്റെ ആവശ്യവും വരുന്നില്ല. നമുക്കൊന്ന് സൂം ചെയ്താൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നോയ്സ് ഒന്നും ഇല്ല. സോ ഞാൻ നോയ്സ് റിഡക്ഷൻ കൊടുക്കുന്നില്ല. അത് ഇച്ചിരി കൂടി ഇമേജിനെ സോഫ്റ്റ് ആക്കി കളയുകയും ചെയ്യും. സോ ഡീറ്റെയിലിൻ്റെ
കാര്യത്തിൽ വേറെ പോർട്രേറ്റ്സോ അല്ലെങ്കിൽ ഇൻഡോർ ഷൂട്ട് ചെയ്തോ ഏതെങ്കിലും പടമാണെങ്കിൽ നമ്മളെപ്പോഴും ഷാർപ്പനിങ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഷാർപ്പനിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലും ലൈറ്റ് റൂമിനെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അതിൽ നമുക്ക് മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ള കാരണം ഈ ഷാർപ്പൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം പ്രിഫർ ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ചെയ്യാം, പക്ഷേ അത് ഇച്ചിരി കഷ്ടപ്പാട് സമയം എടുക്കുന്നതാണ്. പക്ഷേ ലൈറ്റ് റൂമിൽ അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണോ അത് ഈ ക്യാമറ റോയിൽ അത് ഇല്ലാത്തത്? കളർ മിക്സർ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് റൂമിലും അല്ലെങ്കിൽ ലൈറ്റ് റൂം മൊബൈലിലും ഒക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ ഇമേജിൻ്റെ പർട്ടിക്കുലർ കളറുകളിലെ ഹ്യൂവും സാച്ചുറേഷനും ലൂമിനൻസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ഈ ഇമേജിലെ ഇലകളുടെ പച്ച കളർ ഇച്ചിരി ഗ്രീൻ ആക്കുവാണ്. എല്ലാവരും ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സാച്ചുറേഷൻ ഞാൻ യെല്ലോ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. ഓറഞ്ച് കളറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ആ മരങ്ങളുടെ തടിക്കൊക്കെ വ്യത്യാസം വരാൻ ഓറഞ്ച് റെഡ് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. ലൂമിനൻസ് എന്ന് പറയുന്ന ഒരു കളറിൻ്റെ ഒരു പ്രകാശമാണ്. ഞാൻ ഒരു ശകലം കുറയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് പല പല എക്സ്പെരിമെൻറ്റ്സ് നടത്തി നോക്കാം. ഇപ്പം ബ്ലൂ കുറച്ചാൽ ചിലപ്പോൾ ആ സ്കൈയുടെ ഏരിയ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഞാൻ കുറയ്ക്കുന്നില്ല, കാരണം എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് റേസ് പോലെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. കളർ ഗ്രേഡിങ്ങിൽ നമുക്ക് കളർ വീലുകളാണുള്ളത്. അത് വെച്ച് നമുക്ക് ഒരു കളർ ടോൺ ഇമേജിന് കൊണ്ടുവരാൻ പറ്റും. അതും ഷാഡോസിലും മിഡ് ടോൺസിലും ഹൈലൈറ്റ്സിലും ആയിട്ട് പർട്ടിക്കുലർ ഒരു കളർ കൊണ്ടുവന്ന് അതിൻ്റെ ബ്ലെൻഡും ബാലൻസും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വളരെ രസമുള്ള സംഭവമാണ്. പണ്ട് ലൈറ്റ് റൂമിൽ ഉണ്ടായിരുന്ന സ്പ്ലിറ്റ് ടോണിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റുകളിൽ വരുന്ന ഈ കളർ ഗ്രേഡിംഗ് ഓപ്ഷൻ തരുന്നത്. ഈ കളർ വീലിൻ്റെ താഴെ കാണുന്ന ഓരോ സ്ലൈഡറും ഈ സ്ലൈഡറുകൾ അതിൻ്റെ ലൂമിനൻസ് ആണ് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് തന്നെയാണ് അത്. ഷാഡോസിൻ്റെ ലൂമിനൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്താൽ മതി. ഒപ്റ്റിക്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് നമ്മുടെ ക്രോമാറ്റിക് അബറേഷനും പ്രൊഫൈൽ കറക്ഷനും തരാം. ലെൻസിൻ്റെ പ്രൊഫൈൽ കറക്ഷനാണ്. അതായത് ചില ലെൻസുകൾക്ക് സ്വാഭാവികമായിട്ടും അതിനൊരു ഡിസ്റ്റോർഷനും കുറച്ച് വിഗ്നെറ്റിങ്ങും കാണും. അത് ഏത് ലെൻസാണ് ഉപയോഗിച്ചതെന്ന് ക്യാമറ റോ ഫിൽറ്റർ തന്നെ കണ്ടുപിടിച്ച് നോർമലി അവർ പ്രൊഫൈൽ കറക്ഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് അത് ആഡ് ചെയ്യാനും പറ്റും. ജിയോമെട്രി ഓപ്ഷൻ നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവിനെ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ എടുത്തപ്പോൾ ക്യാമറ ഇച്ചിരി ടിൽറ്റായി പോയി, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അവർ കറക്റ്റ് ചെയ്ത് തരും. എഫക്ട്സ് ഓപ്ഷൻസ് ഞാൻ തൽക്കാലം എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഏറ്റവും അവസാനം നമുക്കിപ്പോൾ ഒരു വിഗ്നെറ്റിംഗ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ഇമേജിന് ഇച്ചിരി ഗ്രെയിൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ എഫക്ട്സ് ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ലീവ് ചെയ്യാറാണ് പതിവ്. കാലിബ്രേഷൻ ഓപ്ഷൻ സാധാരണ നമ്മുടെ ക്യാമറ പകർത്തിയ ഒരു കളറിനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അത് ഏത് കളറായിരുന്നു എന്നുള്ളതിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കാൻ പറ്റുന്ന കൂട്ടൊരു ഓപ്ഷനാണ്. വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് കളർ കറക്ഷനും ചെയ്യാനും വേണമെങ്കിൽ ഒരു എഫക്റ്റ് ഫോട്ടോയ്ക്ക് കൊണ്ടുവരാനും ഒക്കെ ഈ കാലിബ്രേഷൻ ഉപയോഗിച്ച് സാധിക്കും. പക്ഷെ ഞാൻ തൽക്കാലം ഇത് അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു ശകലം മാറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. ഇമേജിനെ ക്രോപ്പ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോസും എല്ലാം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ തൽക്കാലം ഇതിനെ ഇനി ക്രോപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് സ്പോട്ട് റിമൂവൽ ടൂളാണ്. ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മൾ ക്യാമറ റോയുടെ സ്പോട്ട് റിമൂവൽ നോർമലി യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം അതിനേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആണ്. സോ അത് കാരണം ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മാസ്കിങ്. പണ്ട് നമ്മുടെ സെലക്റ്റീവ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിരുന്ന ഇപ്പോൾ മാസ്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. ഫോട്ടോഷോപ്പിൽ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ചെയ്യാം, പക്ഷേ അതിലും വളരെ എളുപ്പത്തിൽ അത്യാവശ്യം സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മാസ്കിംഗ് ടൂൾ വെച്ച് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇച്ചിരി ഡാർക്ക് ആക്കി ഈ മരത്തിൻ്റെ ഈ വീണ് കിടക്കുന്ന മരത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കിട്ടുന്ന പോലെ ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇച്ചിരി ഡാർക്ക് ആക്കുവാണ്. അതിനായിട്ട് ഞാൻ തൽക്കാലം ലീനിയർ ഗ്രേഡിയൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ലേ മരം വീണ് കിടക്കുന്നത്, കാരണം ലീനിയർ ഗ്രേഡിയൻ്റ് മതിയാവും. അതുപോലെ തന്നെ ഇപ്പുറത്തും അതേ എഫക്റ്റ് കിട്ടുന്നു. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഈ മാസ്ക് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റായി. പക്ഷേ ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടാണ് ഈ മാസ്ക് ഇപ്പോൾ അപ്ലൈ ആകുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് തിരിച്ചാണ്. അത് കാരണം ഞാനിതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോഴും ഈ റെഡ് ഡോട്ടുള്ള ഭാഗത്തു നിന്നായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇവിടുന്ന് വന്ന് ഇവിടേക്ക് ഇങ്ങനെ ഗ്രേഡിയൻ്റ് ആയിട്ട് കുറഞ്ഞു വരുന്നു. ഇങ്ങനെ ഇരുന്നതിന് നമ്മൾ ആ രണ്ട് ലീനിയർ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെയാക്കി ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാനൊരു റേഡിയൽ ഫിൽറ്റർ എടുക്കുന്നു. അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ വൈറ്റ്സ് ഒരിച്ചിരി കൂട്ടുന്നുണ്ട്. അതിനൊരു എടുപ്പ് തോന്നാനായിട്ട് വൈറ്റ്സ് കൂട്ടിയാൽ വളരെ എളുപ്പമായിരിക്കും. ഷാഡോസിൽ തന്നെ അധികം അവിടെ ലിഫ്റ്റ് ചെയ്യാനില്ല. ഞാൻ കുറച്ച് ഷാഡോസ് ലിഫ്റ്റ് ചെയ്യുന്നു, ഹൈലൈറ്റ്സും കുറയ്ക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാച്ചുറേഷൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ഞാൻ കുറച്ച് ക്ലാരിറ്റി കൂട്ടുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ എടുത്ത് കാണാനായിട്ട് ക്ലാരിറ്റി കൂട്ടുന്ന ഉപകാരപ്രദമായിരിക്കും. മറ്റു മാസ്കിംഗ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സെലക്ട് സബ്ജക്റ്റ് ഉണ്ട്, സെലക്ട് സ്കൈ ഉണ്ട്. ഇങ്ങനെ സെലക്ട് ചെയ്യാനും മാത്രം അധികം സ്കൈ ഇമേജിൽ വിസിബിൾ അല്ലാത്ത കാരണം ഞാനത് ഉപയോഗിക്കുന്നില്ല. സെലക്ട് സബ്ജക്റ്റ് കൊടുത്താലും ഈ ഇമേജിൽ ഇത് കിടന്ന് കഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു പോർട്രേറ്റ് വല്ലതും ആണെങ്കിൽ സെലക്ട് സബ്ജക്റ്റ് വളരെ ഉപകാരപ്രദം. അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉള്ള ഒരു ഇമേജിൽ സെലക്ട് സബ്ജക്റ്റ് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന മറ്റ് മാസ്കിംഗ് ഓപ്ഷനുകളെല്ലാം തന്നെ ലൈറ്റ് റൂമിലുള്ളതിന് സിമിലറാണ്. കളർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു പർട്ടിക്കുലർ കളറുള്ള ഏരിയ മാത്രം മാസ്ക് ചെയ്ത് എടുക്കുന്നതാണ്.
ഞാനിപ്പോൾ ഈ ഒരു കളർ എടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഒരു കോളമായിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ആവറേജ് കളറായിരിക്കും അവർ എടുക്കുന്നത്. ഇതിലിപ്പോൾ മൊത്തം ഈ ഒരു പച്ച കളറിൻ്റെ ഷെയ്ഡ് ഉള്ള കാരണമാണ് അവരിങ്ങനെ എടുത്തിരിക്കുന്നത്. സോ നമുക്കിവിടെ റിഫൈൻ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഫസിനെസ് കുറച്ച് കൂടുതൽ ഷാർപ്പായിട്ടുള്ള ഒരു സെലക്ഷനിലേക്ക് എത്താൻ പറ്റും. പക്ഷെ തൽക്കാലം ഞാനത് ഉപയോഗിക്കുന്നില്ല, ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. പിന്നെ ഉള്ളത് ലൂമിനൻസ് റേഞ്ചും ഒരു ഇമേജിലെ പിക്സൽസിൻ്റെ ഒരു പ്രകാശം അനുസരിച്ച് മാസ്ക് ചെയ്യുന്നതാണ്. ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ സൂര്യൻ്റെ ഭാഗം ഞാനിങ്ങനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജിൽ അത്രയും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം സെലക്ട് ആകും. ഇതിൻ്റെയും നമുക്ക് ഇച്ചിരി റിഫൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള ടൂൾ റെഡ് ഐ റിമൂവലാണ്. നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. പിന്നെയുള്ളത് സ്നാപ്ഷോട്ട്സ് ആണ്. സ്നാപ്ഷോട്ട്സ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ആ ഒരു പൊസിഷനിലെ എഡിറ്റിൻ്റെ നമുക്കൊരു സ്നാപ്ഷോട്ട് എടുത്ത് വെക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് പ്രീസെറ്റ്സ് ഉണ്ട്. ഒരു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് എഡിറ്റ്സ് ആണ് പ്രീസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലെ ഒരു പ്രീസെറ്റ് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വളരെ മടി പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഞാൻ കൂടുതലും പ്രീസെറ്റ്സ് അങ്ങനെ ഉപയോഗിക്കാറില്ല. നോർമലി നമ്മളൊന്ന് നേരിട്ട് കണ്ട ആ ഒരു മൊമെൻറ്റിലേക്ക് ഇമേജിനെ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതലും എഡിറ്റിംഗ് കൊണ്ട് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഓരോരുത്തർക്കും അവനവൻ്റേതായ ഫ്രീഡം ഉണ്ട്. ഞാനും ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ട ഒരു ഇമേജിലേക്ക് എത്തിക്കാനും നമ്മൾ എഡിറ്റിംഗ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മോർ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പ്രീസെറ്റ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് പ്രീസെറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ സെറ്റിങ്സുകളെല്ലാം കൂടി കൂട്ടി നമുക്കൊരു പ്രീസെറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെയുള്ളതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബാച്ചായിട്ടൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിലും ഒരേ എഫക്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രീസെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ പ്രീസെറ്റ് തന്നെ എല്ലാ ഇമേജിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എല്ലാത്തിനും ഒരേ എഫക്റ്റ് കിട്ടും. നമ്മുടെ പണിയും പകുതി കുറഞ്ഞിരിക്കും. ഈ ഫയൽ ഇനി നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ചെയ്യേണ്ടത് ഇവിടെ താഴെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് തെളിഞ്ഞു വരും. അതിൽ കളർ സ്പേസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ ഫോട്ടോഷോപ്പ് ആസ് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആകാൻ പോകുന്ന ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയർ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ താഴോട്ടുള്ള ആരോയെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കിട്ടും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ജസ്റ്റ് ഒരു ഇമേജ് ലെയർ ആയിട്ടായിരിക്കും ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് തിരിച്ചു വന്ന് ഈ ക്യാമറ റോ ഫിൽറ്ററിലെ എഡിറ്റ്സ് ഒന്നും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓപ്പൺ ആസ് ഒബ്ജക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോഷോപ്പിലേക്ക് ഈ ഇമേജ് ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഓപ്പൺ ആകുന്നത്. സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ റോ ഫിൽറ്ററിൽ വരുത്തിയ മാറ്റങ്ങൾ എപ്പം വേണമെങ്കിലും വന്ന് നമുക്ക് അതിനനുസരിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതിൽ ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലെ മറ്റ് ടൂളുകൾ ഉപയോഗിച്ച് ബാക്കി എഡിറ്റിംഗ് എല്ലാം നടത്താൻ സാധിക്കും. സോ നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയടിക്ക് അപ്പുറത്ത് ക്യാമറ റോ ഫിൽറ്ററിൽ ചെയ്തു. ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ നമുക്കിപ്പോഴും കർവ്സ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ ഇത് വേറൊരു ലെയർ ആയിട്ട് ഉണ്ടാക്കി. കാരണം നമുക്ക് ഇതിൻ്റെ ഇത്രയും കാഠിന്യത്തിൽ ഇതിൻ്റെ എഫക്റ്റ് വേണ്ട എന്നാണെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമുക്കതിൻ്റെ മാസ്ക് കൺട്രോൾ ചെയ്ത് നമുക്കതിൻ്റെ ഏതൊക്കെ ഭാഗത്ത് വരുത്തണമെന്ന് നമുക്ക് കൂടുതൽ ഒരു കൺട്രോൾ കിട്ടും. ഇനിയിപ്പോൾ ഇമേജിൽ നമുക്ക് ഇവിടെ ഈ സൂര്യൻ വരുന്ന ഭാഗത്ത് നമുക്കൊരു ഇച്ചിരി ഓറഞ്ച് ഫീൽ വരണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പുതിയ ലെയറായിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് എടുക്കുന്നു. ബ്രഷിൻ്റെ സൈസ് നല്ല രീതിക്ക് കൂട്ടുവാണ്. ഞാൻ ഹാർഡ്നെസ് 0 ആക്കുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കളർ ചൂസ് ചെയ്ത് നമ്മൾ ഇമേജിനെ ഇച്ചിരി സൂം ഔട്ട് ചെയ്യാൻ കൺട്രോൾ- അടിക്കുന്നു. നമ്മൾ ബ്രഷിൻ്റെ സൈസ് ഇച്ചിരി കൂടി വലുതാക്കുകയാണ്. ഇത്രയും വലുതാക്കി നമ്മൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു കളർ വന്നു. ഞാൻ ഫിറ്റ് സ്ക്രീനൊക്കെ കൺട്രോൾ 0 അടിക്കുന്നു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്ലെൻഡിങ് മോഡ് സ്ക്രീനാണ് നോർമലി കൊടുക്കാറ്. അല്ലെങ്കിൽ ഇവിടെ സോഫ്റ്റ് ലൈറ്റും വലിയ കുഴപ്പമില്ല. ഞാൻ തൽക്കാലം സോഫ്റ്റ് ലൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി വെച്ചിട്ട് കുറയ്ക്കുവാണ്. ഒപ്പാസിറ്റി മോഡും കുറച്ച് എങ്ങനെ ഇരിക്കും, ഞാൻ കുറച്ച് കൊടുക്കുന്നു. 50% വെക്കുന്നു. ഇപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പോൾ തോന്നുവാണ് ഇമേജിൻ്റെ ടെമ്പറേച്ചർ ഇച്ചിരി കൂടിപ്പോയി, വൈറ്റ് ബാലൻസ് ഇച്ചിരി വാമായിപ്പോയി. എനിക്കിതിനെ യെല്ലോ ആക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആ ക്യാമറ റോ ഫിൽറ്ററിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയ കാരണം ജസ്റ്റ് ഈ ലെയറിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ റോ ഫിൽറ്ററിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി തിരിച്ച് ഓപ്പൺ ആയി വരും. ഞാൻ ഓക്കെ അടിച്ചാൽ തിരിച്ചു പോകും. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി എല്ലാ മാറ്റങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാനും അത് കഴിഞ്ഞ് ഓക്കെ അടിച്ച് തിരിച്ചു പോകാനും പറ്റും. അതാണ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് അത് ഫോട്ടോഷോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഗുണം. ഇതൊരു നോർമൽ റോ ഫയൽ അല്ല, ഒരു JPG ഫയൽ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് പറ്റും. ഓപ്പൺ ചെയ്ത ആ ഇമേജ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയി മാറും. എന്നിട്ട് നമ്മൾ ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ എടുക്കുമ്പോൾ അതൊരു സ്മാർട്ട് ഫിൽറ്റർ ആയിട്ടായിരിക്കും അപ്ലൈ ആകുന്നത്. അങ്ങനെ നമുക്ക് ആ ഇമേജിന് നമുക്ക് വരുത്തുന്ന മാറ്റങ്ങളും
അതായത് ക്യാമറ റോ ഫിൽറ്റർ വഴി നമ്മൾ ആ ഇമേജിന് JPG ഇമേജിന് വരുത്തുന്ന മാറ്റങ്ങൾ പോലും നമുക്ക് അങ്ങനെ എപ്പോഴും വേണമെങ്കിലും ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ സ്മഡ്ജോ ബേൺ ടൂൾ അങ്ങനത്തെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഇമേജ് ലെയറിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ആവും. ആ ലെയറിനെ നമ്മൾ റെസ്റ്ററൈസ് ലെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ലെയറായി മാറും. അതിനാണ് നമുക്ക് ബാക്കി ടൂൾസുകളെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഇമേജ് അവസാനം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ വിഗ്നേറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ക്യാമറ റോ ഫിൽറ്ററിൽ തന്നെ പോയി എഫക്ട്സിൽ നമുക്ക് വിഗ്നേറ്റിങ്ങോ അല്ലെങ്കിൽ ഗ്രെയിനോ ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്യാമറ റോ ഫിൽറ്ററിൻ്റെ ടൂളുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ് റൂമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടാൽ കൂടുതൽ ഉപകാരപ്പെടും. ഞാൻ അതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.